അറേബ്യൻ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സങ്കല്പങ്ങൾ വൻതോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ശക്തികളെ, പ്രത്യേകിച്ച് അമേരിക്കയെ മാത്രം തങ്ങളുടെ ഏക സുരക്ഷാ കവചമായി കണ്ടിരുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങൾ ഇന്ന് തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളിലാണ്. ഇതിന്റെ ഏറ്റവും പുതിയതും നിർണായകവുമായ തെളിവാണ് കുവൈറ്റും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച വിപുലമായ പ്രതിരോധ സഹകരണ കരാർ. കുവൈറ്റ് അമീറിന്റെ പ്രത്യേക ഉത്തരവിലൂടെ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്ന ഈ കരാർ മധ്യപൂർവേഷ്യയിലെ മാറുന്ന ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങളുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ആണവായുധ ശേഷിയുള്ള ഒരു ഏഷ്യൻ രാജ്യമായ പാകിസ്ഥാനും എണ്ണ സമ്പത്ത് കൊണ്ട് സമൃദ്ധമായ ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിൽ രൂപപ്പെടുന്ന ഈ പുതിയ തന്ത്രപരമായ അടുപ്പം വെറുമൊരു സൈനിക സഹകരണത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ അലയടികൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. കുവൈറ്റ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവ് പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധത്തിന് കൃത്യമായ ഒരു സ്ഥാപനവൽകൃത രൂപം നൽകാനാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. 5 വർഷത്തെ കാലാവധിയുള്ള ഈ പ്രതിരോധ സഹകരണ കരാർ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള സംയുക്ത പരിശീലനം, സൈനിക വിദ്യാഭ്യാസം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ, ലോജിസ്റ്റിക്സ്, പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം, ശാസ്ത്രീയ ഗവേഷണങ്ങൾ എന്നിവയെ സമഗ്രമായി ഉൾക്കൊള്ളുന്നുണ്ട്. പ്രതിരോധ നിർമ്മാണ മേഖലയിലും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലും ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയ പ്രതിനിധികൾ അടങ്ങുന്ന ജോയിന്റ് മിലിറ്ററി കമ്മിറ്റിയാണ് കരാറിന്റെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. അതേസമയം ഇത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച വിപുലമായ പരസ്പര പ്രതിരോധ കരാർ പോലെ ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം മറ്റേ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുന്ന തരത്തിലുള്ള നേരിട്ടുള്ള സൈനിക ഉറപ്പ് നൽകുന്ന ഒന്നല്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ കരാർ വെറുമൊരു സാങ്കേതിക സഹകരണത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ കുവൈറ്റ് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിന് സമാനമായ ഒരു തലത്തിലേക്ക് ഈ ബന്ധത്തെ ഉയർത്താൻ കുവൈറ്റ് നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കരസേനയെ വിന്യസിക്കൽ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടുന്ന പൂർണ്ണമായ ഒരു സൈനിക സംരക്ഷണം തന്നെയാണ് കുവൈറ്റിന്റെ ആവശ്യപ്പട്ടികയിലുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നിന്ന പാകിസ്ഥാന് ഇതിന് പകരമായി കുറഞ്ഞ നിരക്കിൽ ഇന്ധന സഹായവും വലിയ തോതിലുള്ള ഊർജ്ജ നിക്ഷേപങ്ങളും എത്തിക്കാൻ കുവൈറ്റിന് സാധിക്കും. എങ്കിലും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന അമേരിക്ക-ഇറാൻ സംഘർഷത്തിനിടയിൽ നേരിട്ട് ഒരു സൈനിക വിന്യാസത്തിന് മുതിരുന്നത് പാകിസ്ഥാനെ മറ്റൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചേക്കാം. ആ ആശങ്ക ഇസ്ലാമാബാദിലെ നയതന്ത്ര വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. അതിനാൽ തന്നെ കുവൈറ്റിന് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുമ്പോഴും തികച്ചും പോരാട്ടവീര്യമുള്ള കരസേനാ വിഭാഗങ്ങളെ അയക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ തികഞ്ഞ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ മുൻഗണനകളിൽ വന്ന ഘടനാപരമായ മാറ്റമാണ് പാകിസ്ഥാനെ പോലെ ഒരു സഖ്യകക്ഷിയെ സ്വീകരിക്കാൻ GCC രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. വാഷിംഗ്ടണിലെ ഭരണമാറ്റങ്ങളും അമേരിക്കൻ വിദേശ നയത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളും കാരണം സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് ഇനി സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ഗൾഫ് ഭരണാധികാരികൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെങ്കടലിലെയും ഗൾഫ് മേഖലയിലെയും ഹൂതി ആക്രമണങ്ങളും പ്രാദേശിക തലത്തിലുള്ള സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ പ്രതിരോധ ശൃംഖലയെ ശക്തിപ്പെടുത്തേണ്ടത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അത്യാവശ്യമായി മാറി. പാകിസ്ഥാന്റെ വൻപിച്ച സൈനിക ബലവും ചൈനയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ആധുനിക ആയുധ നിർമ്മാണ ശേഷിയും ഇസ്ലാമിക ലോകത്തോടുള്ള അവരുടെ സ്വാധീനവും ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ ആകർഷകമായ ഒരു ബദലായി മാറുകയാണ്. തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു തന്ത്രപ്രധാനമായ പ്രതിരോധ അച്ചുതണ്ട് രൂപീകരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ബഹ്റൈനും ജോർദാനും ഇത്തരത്തിലുള്ള കരാറുകളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മധ്യപൂർവേഷ്യയിൽ പുതിയൊരു ഇസ്ലാമിക് നാറ്റോ രൂപീകരണത്തിന് വഴിവെച്ചേക്കാം എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. മധ്യപൂർവേഷ്യയിൽ പാകിസ്ഥാന്റെ സൈനിക സ്വാധീനം വളരുന്നത് ന്യൂഡൽഹി വളരെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. എങ്കിലും ഇത് ഇന്ത്യക്ക് പെട്ടെന്നൊരു നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗൾഫ് രാജ്യങ്ങളുമായി $100 ബില്യൺ വരുന്ന ശക്തമായ ഉഭയകക്ഷി വ്യാപാര ബന്ധവും വിശാലമായ സാങ്കേതിക ഊർജ്ജ സഹകരണവുമാണ് ഇന്ത്യക്കുള്ളത്. 85 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തിന്റെ ആണിക്കല്ല്. ഇതിൽ 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ കുവൈറ്റിൽ മാത്രം വസിക്കുന്നുണ്ട്. ഗൾഫ് ഭരണാധികാരികൾ ഇന്ത്യയുമായുള്ള തങ്ങളുടെ ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധത്തെയും പാകിസ്ഥാനുമായുള്ള സൈനിക ആവശ്യങ്ങളെയും കൃത്യമായി വേർതിരിച്ചാണ് കാണുന്നത്. എങ്കിലും കുവൈറ്റിന്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനത്തിൽ പാകിസ്ഥാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സുരക്ഷയെ ബാധിക്കരുതെന്ന് ന്യൂഡൽഹി ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ അറേബ്യൻ കടലിലും ഹോർമൂസ് കടലിടുക്കിലും പാകിസ്ഥാൻ നാവികസേന നടത്തുന്ന നീക്കങ്ങളെ നിരീക്ഷിക്കാൻ ഇന്ത്യ തങ്ങളുടെ പശ്ചിമ ഭാരതീയ മഹാസമുദ്ര മേഖലയിലെ നാവിക നിരീക്ഷണം ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യൻ സുരക്ഷാ രംഗത്ത് പുതിയൊരു ചരിത്ര അധ്യായമാണ് കുവൈറ്റ് പാകിസ്ഥാൻ പ്രതിരോധ കരാറിലൂടെ തുറക്കപ്പെടുന്നത്. പരമ്പരാഗത സുരക്ഷാ സഖ്യങ്ങളെ പുനർനിർവചിച്ചുകൊണ്ട് പ്രാദേശിക ശക്തികൾ സ്വന്തം പര്യാപ്തതയിലേക്കും പുതിയ കൂട്ടുകെട്ടുകളിലേക്കും നീങ്ങുന്ന കാഴ്ചയാണിത്.
സാമ്പത്തിക ഭദ്രതയ്ക്കായി സൈനിക ശേഷിയെ വിപണനം ചെയ്യുന്ന പാകിസ്ഥാനും സ്വന്തം അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ സഖ്യകക്ഷികളെ തേടുന്ന ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഈ ഇടപാട് വരും നാളുകളിൽ കൂടുതൽ വിപുലമായേക്കാം. എന്നാൽ തികച്ചും അസ്ഥിരമായ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രാദേശിക സംഘർഷങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാതെ തങ്ങളുടെ സാമ്പത്തിക തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പാകിസ്ഥാന് എത്രത്തോളം സാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ഉഭയകക്ഷി സൗഹൃദങ്ങളെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചുകൊണ്ട് മാറുന്ന ഈ അച്ചുതണ്ടുകളെ എങ്ങനെ നിയന്ത്രിക്കുമെന്നത് ഇന്ത്യയുടെ നയതന്ത്ര മേഖലയ്ക്കും വലിയൊരു പരീക്ഷണമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.